21ാം വാർഡിൽ ഏകദേശം 60ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുവദിച്ച കിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 75 കിലോ അരി. 75 കിലോ അരി 60 പേർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1200 1250 എന്ന രീതിയിൽ ഓരോ ബാഗിലും വരും. പിന്നെ അതുപോലെ ആകെ തന്നിട്ടുണ്ടായിരുന്നത് 1 കിലോ കടല, 1 കിലോ ചെറുപയർ, 4 കിലോ പഞ്ചസാര, പിന്നെ 500 ചായപ്പൊടി, 4-5 പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ, പിന്നെ ഒരു 10 ലിറ്ററോളം ഉണ്ടാവും, 5 ലിറ്റർ പിനോയിൽ, പിന്നെ 5 പായ, 4 പുതപ്പ്, 4 മഗ്, 2 മോപ്പ്, 2 പേസ്റ്റ്, ഓരോ വീട്ടിൽ 1-2 കൊടുക്കാവുന്ന, അതായത് പൊട്ടിച്ച് കൊടുക്കാവുന്ന നാപ്കിൻസ്, അതുപോലെ ഒരു 8-10 ബിസ്ക്കറ്റ്സ്, 3 ബക്കറ്റ്, അത് ഞാൻ പറഞ്ഞു, 4 ക്ലീൻ ചെയ്യുന്ന ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ ഒരു മെഴുകുതിരി കൊടുക്കാൻ വിട്ടുപോയി. മെഴുകുതിരി കൊടുത്തു അല്ലേ. കുറച്ച്, അതായത് ഒരു 30-40 എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് മെഴുകുതിരി. പിന്നെ 4-5, ഞാൻ എണ്ണം നോക്കിയിട്ടില്ല, കുറച്ചൊരു മാക്സിമം ഒരു 10 ഉണ്ടാവും അല്ലേ. ഒരു 10 വരെയുള്ള ലുങ്കി, ഒരു 4-5 നൈറ്റീസ്. 60 വീടുകളിലാണ് വെള്ളം കയറിയതെന്ന് എല്ലാവർക്കും അറിയാം. സാധനങ്ങൾ അനുവദിച്ച വില്ലേജ് ഓഫീസർക്കും അറിയാം, വിതരണം ചെയ്ത കൗൺസിലർക്കും അറിയാം. ഇവിടെ വെള്ളം കയറിയ ആളുകളുടെ ലിസ്റ്റ് കടല, ചെറുപയർ ഒരു കുടുംബത്തിനുള്ള കേട്ടോ. അത് ഇതാണ് ഒരു കുടുംബത്തിലേക്കുള്ള 60 വീട്ടിലേക്കുള്ള പഞ്ചസാര. ഓരോ കുടുംബത്തിനും ഓരോ ദിവസം ഓരോ വീട്ടുകാർ യൂസ് ചെയ്യല്ലാതെ ഇതൊക്കെ പിന്നെ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ബാക്കിയുള്ള കാരണം ഷെയർ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതൊരു വീട്ടിലേക്കുള്ളതോ? അല്ലെങ്കിൽ കഞ്ഞിനകത്ത് ഈ അരി എന്നാലും കുഴിയിട്ട് നാലുണ്ടാവനെ തെരഞ്ഞു പിടിക്കണം. പ്രളയത്തിന് ശേഷമുള്ള ഒരു വിനോദം അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രളയത്തിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള വിനോദം. പ്രളയത്തിന് ശേഷമുള്ള ഒരു വിനോദം ചെറുതായി കണ്ടുപിടിക്കാറില്ല. മൊത്തമായിട്ട് നമുക്ക് കിട്ടിയ 60 വീട്ടിലേക്ക് വൃത്തിയാക്കാൻ, ചളി വൃത്തിയാക്കാൻ കിട്ടിയ സാധനം അതാ. 3 കോരി, 4 പാട്ട, 4 പാട്ട കിട്ടിയിട്ട് 3 കോരി കിട്ടിയിട്ടുണ്ട്, 3 ബക്കറ്റ് സാധനം. അതിനകത്ത് പയറ് കാണാൻ കഴിയില്ല, തിരയേണ്ടി വരും. പിന്നെ ഇതാണ് എന്താ നമുക്ക് സ്വന്തം ചെറുപയറും കടലയും. 1 കിലോ ചെറുപയറും 1 കിലോ വിലയൊക്കെ തന്നത് അതെല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് 60 കിറ്റ് ഉണ്ടാക്കി. പകുതി അടുത്ത് വീട്ടിൽ കൊടുക്കണം. ബിസ്ക്കറ്റ് പൊട്ടിച്ചാണ് ഇതാണല്ലോ കുടിക്കും. ഇങ്ങനെയാണ്. ഉണ്ടാവില്ല. 4 പായ, 4 മക്കി, അങ്ങനെയൊക്കെയാണല്ലേ. എന്താ ചെയ്യേണ്ടതിരിക്കാറില്ല. ഇങ്ങള് വേണമെങ്കിൽ അടുത്ത നേരെയോ മുറിച്ചു കൊടുക്കുക. ഇന്നലെ ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ നേരത്തെ ഇവിടെ കണ്ടല്ലോ, മണിയേട്ടനെ,
മണിയേട്ടനെ അടക്കം ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു, ബാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ. കാരണം ഈ പറയുന്ന അരിയും സാധനവും എന്ത് ചെയ്യാൻ പറ്റും? ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഓരോ വീട്ടിൽ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് കൊടുക്കാൻ പറ്റും? അല്ല, എനിക്കും ഇതിലൊരു വിഷമമുണ്ടായി. കാരണം DCC തന്ന കിറ്റ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അരിയുണ്ട്, പഞ്ചസാരയുണ്ട്, ചെറുപയറും അതുപോലെ കടലയൊക്കെ എല്ലാ പാക്കിലും കൊടുക്കാനുള്ള സാധനമുണ്ട്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ എന്താ പറയുക, ചില ആളുകൾക്ക് ഗവൺമെൻറ് കൊടുത്തത് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ